ഹായ് ഹലോ, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും കുട്ടൂസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് അതീവ സ്വാദിഷ്ടമായ പൊട്ടറ്റോ ബർട്ടിയാണ് കേട്ടോ. ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കും അപ്പത്തിനും എന്ന് വേണ്ട കപ്പ വേവിച്ചതിന് കൂടെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ പൊട്ടറ്റോ ബർട്ടി. അപ്പം നമുക്ക് തയ്യാറാക്കിയാലോ. ഞാനിതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു 2 പൊട്ടറ്റോ ബോയിൽ ചെയ്തതും ഒരു 2 തക്കാളിക്കയും പിന്നെ ഒരു 25ഓളം ചെറിയ വെളുത്തുള്ളിയുടെ അല്ലിയും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു സബോള ചെറുതായിട്ടരിഞ്ഞതും പിന്നെ 5-6 എരിവിനനുസരിച്ച് കാശ്മീരി മുളകോ അല്ലെങ്കിൽ പിരിയൻ മുളകോ എടുക്കാം കേട്ടോ. എരിവിനനുസരിച്ച് നമുക്കത് എടുക്കാവേ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടിയത് ഒരു ഇത്തിരി കറിവേപ്പിലയും പിന്നെ ടേസ്റ്റിനനുസരിച്ച് മല്ലിയിലയും പിന്നെ പാകത്തിന് ഉപ്പും. അപ്പം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് മുളക് ഒന്ന് വറുത്ത് കോരിയെടുക്കാം. പിന്നെ നമ്മൾ 25ഓളം അല്ലി ചെറിയ വെളുത്തുള്ളി അത് നമ്മൾ വറുത്ത് കോരിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 2 കിഴങ്ങ് എടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് അതൊന്ന് ബോയിൽ ചെയ്ത കിഴങ്ങാണ്. അതും തക്കാളിയും നമ്മളൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം തക്കാളിയുടെ തൊലി മാറ്റിയെടുക്കണേ, മറക്കരുതേ. അതിനുശേഷം ഇതെല്ലാം നന്നായിട്ട് തണുത്തതിന് ശേഷം ഇത് കണ്ടോ, നമ്മുടെ മുളക് നല്ല വറുത്ത് ക്രിസ്പി ആയിട്ടിരിക്കണേ. ഇനി ഇതെല്ലാം കൂടെ ഒരു ബൗളിലോട്ടിട്ട് നല്ലപോലെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൈ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ട് നന്നായിട്ട് കുഴച്ച് നല്ല പരുവത്തിലായിട്ടുണ്ട്. ഇപ്പം കണ്ടോ, നന്നായിട്ട് നല്ല പോലെ ഉടയണം കേട്ടോ നമ്മുടെ മുളകെല്ലാം അതിലേക്കും. പിന്നെ തക്കാളിയിൽ ചെറിയ നീര് ഉള്ളത് കൊണ്ട് അതിൽ നമ്മൾ കുഴയ്ക്കുമ്പോൾ അതിൻ്റെ ചാറിങ്ങനെ ഇറങ്ങി വരും കേട്ടോ. അതീവ ടേസ്റ്റ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ.